അപ്പൊ എങ്ങനെ അടുത്ത ഉഡായിപ്പുമായിട്ട് ഇറങ്ങാല്ലേ? ഇതെന്താ ഉണ്ടാക്കണേന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉഡായിപ്പ് കറി എന്ന് വേണമെങ്കിൽ പറയാം. കാണുന്നതിന്റെ റെസിപ്പി കാര്യങ്ങളൊന്നും എന്നോട് ചോദിക്കരുത്. സത്യമായും എനിക്കറിയത്തില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്നു ഇതെന്താ സംഭവം എന്നറിയോ? ഇന്നലത്തെ അവിയലാണേ. ഇന്നലത്തെ അവിയല് സത്യത്തിൽ ആർക്കും പോയില്ല. കാരണം കഴിച്ചു കഴിഞ്ഞാൽ ഒരുമാതിരി ചക്കപ്പുഴുക്ക് പോലെ ഉണ്ടായിരുന്നു. ഒന്നും കഷ്ണമില്ല, ഒന്നുമില്ല. എന്നാൽ ഇവരെയെല്ലാം ഇവരുടെ ആരെക്കൊണ്ട് കഴിപ്പിക്കുമെന്ന് നമ്മൾ പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ. അത് പോട്ടെ. അവര് പഠിച്ച കോളേജിലെ ഹെഡ് മാസ്റ്ററാ ഞാനെന്ന് പറയത്തില്ലേ, ആ ഡയലോഗ് ഇരിക്കട്ടെ. പിറ്റത്തെ ദിവസം ചപ്പാത്തിക്ക് ഒരു കറി അങ്ങ് ആക്കാന്ന് വിചാരിച്ചു. സംഭവം കണ്ടുപഠിച്ചോട്ടോ. വേണമെങ്കിൽ ഇതുപോലത്തെ ഉടായിപ്പൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കാം. പണ്ടേ സൗദിയില് SMCയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ചേട്ടന്മാരെല്ലാവരും കൂടെ എന്നെ ഉഡായിപ്പിന്റെ ഉസ്താദേ എന്ന് വിളിക്കുമായിരുന്നു. കാരണം എന്താണെന്നറിയാവോ? ഇതുപോലെ എല്ലാ സാധനങ്ങളും ഞാൻ ഉഡായിപ്പ് തരം കാണിക്കുമായിരുന്നു. കറി വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഇപ്പം മീൻകറി വെച്ച് കഴിഞ്ഞാൽ ഇന്ന് മീൻകറിക്ക് കഴിച്ചു, നാളെയും മീൻകറി കഴിച്ചു, മറ്റന്നാളാകുമ്പോഴത്തേക്കും നമുക്ക് ബോറടിക്കത്തില്ലേ? നമ്മൾ ഒന്നോ രണ്ടോ പേരല്ലേ കഴിക്കുന്നുള്ളൂ. എപ്പോഴും ഒരേ കറിയാകുമ്പോൾ ബോറടിക്കുമ്പോൾ അതിനകത്ത് കഷ്ണങ്ങളെ മാത്രം ഞാൻ പെറുക്കിയിട്ട് വറക്കും. ബാക്കി ചാറ് മാത്രം ഞാൻ ചോറിന് കൂട്ടും. അല്ലെങ്കിൽ എന്താ ചെയ്യുക, ഇതിനെ മസാലക്കറിയാക്കും, കഷ്ണങ്ങളെ മാത്രം. അങ്ങനെ പല പല ഉടായിപ്പത്തരങ്ങൾ. നിങ്ങൾ അമ്മമാരൊന്നും ഇത് പ്രത്യേകിച്ച് പറഞ്ഞ് മനസ്സിലാക്കണ്ടല്ലോ. നമ്മളെല്ലാവരും അമ്മമാരല്ലേ. പിള്ളേരെ തീറ്റിക്കാൻ ഇതൊക്കെ തന്നെ വഴിയുള്ളൂ. അങ്ങനെ നമ്മുടെ അവിയൽ ഇതാ വേറൊരു കറിയായിക്കൊണ്ടിരിക്കുന്നത്. അതുപോട്ടെ, എന്താണെങ്കിലും നമ്മുടെ വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട് വിശേഷം പറയേണ്ടത്? ആരും എനിക്ക് പ്രത്യേകിച്ച് റിപ്ലൈ ഒന്നും തന്നില്ല കേട്ടോ. ഞാൻ വിശേഷം പറയണോ, എന്ത് പറയണം, ആരെ പറ്റി പറയണം, ഇതൊന്നും പറഞ്ഞില്ല. അയ്യോ കവികളെ, പറയാൻ മറന്നുപോയി. ഞാനൊരു നേഴ്സാണ്. ഇന്നലെ ചോദിച്ചിരുന്നു എന്തൊക്കെ പരിപാടിയുടെ കാര്യമാണ് ജോലി നിർത്തി എന്ന് പറഞ്ഞതെന്ന്. ആക്ച്വലി ഞാൻ ജോലി നിർത്തി എന്ന് പറഞ്ഞത് ഞാനൊരു നേഴ്സാണ് എന്ന് അഹങ്കാരത്തോടു കൂടി പറഞ്ഞോട്ടെ. പക്ഷേ ആ പണിയൊക്കെ തൽക്കാലം നിർത്തി വീട്ടിൽ ചൊറിയും കുത്തി ഇപ്പം ഇരിക്കുക. വേറൊന്നും കൊണ്ടല്ല കേട്ടോ, കുറേ കാലമായിട്ട് പല സ്ഥലങ്ങളിലേക്ക് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്ലൈ ചെയ്തതിനിടയ്ക്ക് നമുക്ക് കുഞ്ഞുവാവയുണ്ടായി. അപ്പോൾ കുഞ്ഞുവാവയുടെ കാര്യങ്ങളൊക്കെ നോക്കി സ്വസ്ഥം ഗൃഹപരനായിട്ട് ജീവിക്കുമ്പോൾ ഒരു കുഞ്ഞു മടിയൊക്കെ, ഒപ്പം അതിൻ്റെ പ്രോസസ്സിംഗ് ഒന്നും ആവാത്തത് കൊണ്ട് അതങ്ങനെ നീണ്ട് നീണ്ട് നീണ്ടു പോകുന്നു. പക്ഷേ ഈ ലൈഫിന് അടിപൊളിയാട്ടോ. നമ്മുടെ ജീവിതമായിട്ട് ഹസ്ബൻഡും മക്കളും ഒക്കെ ആയിട്ടൊന്ന് ജീവിക്കാൻ സത്യത്തിൽ കൊതിയായിരുന്നു പണ്ട് തൊട്ടേ. കല്യാണം കഴിഞ്ഞപ്പോഴും ജോലി, കല്യാണം കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ജോലി, എപ്പോഴും പണിയോട് പണി. സത്യം പറഞ്ഞാൽ മക്കൾക്ക് ഒരു സ്നേഹം കൊടുക്കാൻ, എൻ്റെ മൂത്ത കുഞ്ഞാപ്പീനെ അവരൊന്ന് മനസ്സറിഞ്ഞ് സ്നേഹിക്കാനുള്ള സമയം സത്യം പറഞ്ഞാൽ എനിക്ക് കിട്ടിയിട്ടില്ല. അതിൻ്റെ പേരിൽ കിട്ടിയേക്കണ പരിഭവങ്ങൾ എൻ്റെ കൊച്ചിൻ്റെ അല്ല, ബന്ധുക്കളും നാട്ടുകാരും. നീ അല്ലല്ലോ നിന്റെ കൊച്ചിനെ വളർത്തിയത്, നിനക്ക് മക്കളെ നോക്കണതിൻ്റെ കഷ്ടപ്പാട് വല്ലതും അറിയാവോ? രാവിലെ ഡ്യൂട്ടിക്ക് പോയിട്ട് വന്നിട്ട് മക്കളെ നോക്കുന്നവരൊക്കെ ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നുണ്ട്. അവരുടെയൊക്കെ മുന്നിൽ നീയൊന്നും ഒന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കളിയാക്കുന്നവരോട് ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്കൊക്കെ മനസ്സാക്ഷി എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ? കൊച്ചിനെ ഇല്ലാതെ അവിടെ പോയി കിടന്ന് കഷ്ടപ്പെട്ട് സങ്കടപ്പെട്ട് ഓരോ ദിവസവും വൈകുന്നേരം സ്കൂളല്ല, ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ച് വന്നു കഴിയുമ്പോൾ ആ സങ്കടം വന്നിരുന്ന് കരയണത്, കൊച്ചിനെ വിളിച്ചാൽ കിട്ടാതിരിക്കുവോ, കൊച്ചൊന്ന് വീണൂന്നോ ഒരാശുപത്രിയിൽ പോയെന്നോ പറയുമ്പോൾ ഉണ്ടാകുന്ന സങ്കടം കരഞ്ഞ് കരഞ്ഞ് തീർത്ത കുറേ കൊല്ലങ്ങളുണ്ട് മാഷേ. അതൊക്കെ ആരോട് പറയാൻ? ഒരു പണിയും ചൊറിയും കുത്തിയിരിക്കുന്ന കുറേ മനുഷ്യരുണ്ടല്ലോ നമ്മുടെ നാട്ടിലും. ബാക്കി ഞാൻ എപ്പോഴും ഇനി ആ നാട്ടുകാരെ പാവം പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ എൻ്റെ മുതുകത്തോട്ട് ഇനി കയറാൻ വന്നാലോ? വേണ്ട, ഇത് പൊതുവായ ഒരു സത്യമാട്ടോ. എന്നാലും ദയവേത് ഇങ്ങനെ കുത്തി നോവിക്കരുത്. ഒരു സന്തോഷം നിങ്ങൾക്ക് കിട്ടൂലല്ലോ ഇതുകൊണ്ട്. പാവങ്ങളല്ലേ, വിട്ടുപിടി, ജീവിച്ചു പൊക്കോട്ടെ എന്നൊന്ന് വിചാരിക്കുമല്ല. എവിടെയൊക്കെ തോണ്ടാവോ കുത്താവോ കൊടുക്കാനായിട്ട് കുറേ മനുഷ്യരും അമ്മച്ചിമാരും അപ്പച്ചന്മാരും കൂടെ അങ്ങ് ഇറങ്ങിക്കോളും. അവനവൻ്റെ കാര്യം നോക്കി വീട്ടിൽ നോക്കി ചൊറിയും കുത്തി ഇരുന്നാൽ പോരാ. വലിയവൻ്റെ കാര്യത്തിൽ ഇടപെടാൻ എന്താ സന്തോഷം? ഇങ്ങനെയുള്ളവരെ അറിയോ? ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ.